ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ മനംനൊന്ത് കോൺഗ്രസ് നിയന്ത്രണത്തിലെ സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൊല്ലം ചവറ തെക്കുംഭാഗം സർവീസ് ബാങ്കിലെ ഗഹാൻ ജീവനക്കാരി സിന്ധുവാണ് കൈഞ്ഞരമ്പ് മുറിച്ചത്. ബാങ്കിൽ കോഴ വാങ്ങിയുള്ള നിയമനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. 11 മാസം മുമ്പാണ് ഗഹാൻ സേവനം അനുഷ്ഠിച്ചു വന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂടിയായ സിന്ധുവിനെയും ബിന്ദുവിനെയും ബാങ്കിൽ നിന്ന് പുറത്താക്കിയത്. ബാങ്കിൽ പുതിയ നിയമനം നടന്നതറിഞ്ഞ് ഇരുവരും ബാങ്കിലെത്തി തങ്ങളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പരിഹസിച്ചതിലും അധിക്ഷേപിച്ചതിലും മനംനൊന്താണ് സിന്ധു ജീവനൊടുക്കാൻ ശ്രമിച്ചത്. എനിക്ക് വന്ന ഈ ആക്ഷേപം മൊത്തം നാട്ടുകാരാക്ഷേപിച്ചാൽ പോരാ, എല്ലാവരും അറിയട്ടെ എന്തിനവർ ഞങ്ങളെ ആക്ഷേപിച്ചതെന്ന്. എൻ്റെ അണ്ണൻ ഞാൻ എൻ്റെ കൂടെ വന്ന കാലം മുതൽ അറിയാം. അണ്ണന് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, അണ്ണനൊരു പാർട്ടിയെന്നും പറഞ്ഞു അതിന് കൂടെ നടന്നത്. എന്നിട്ട് ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തെയും ഒരു വല്ലാതെ വേട്ടയാടുന്ന രീതിയിലാണ് പറഞ്ഞത്. വൻ കോഴ വാങ്ങിയാണ് ബാങ്കിലെ നിയമനങ്ങളെന്ന് സിന്ധുവിന്റെ ഭർത്താവ് കോൺഗ്രസ് മുൻ മണ്ഡലം സെക്രട്ടറി സന്തോഷ് പറഞ്ഞു. ഈ 3 നിയമനം പൈസ മേടിച്ചിട്ടുണ്ട്. ഒരാളെ ഇന്ന് 10 ലക്ഷം രൂപ വെച്ച് മേടിച്ചെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അത് പാർട്ടിക്കും അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരുടെ വീതിച്ചെടുത്തായിരിക്കും. 15 വർഷമായി ബാങ്കിൽ നിന്ന് തങ്ങൾക്ക് നയാ പൈസ ഗഹാൻ ജീവനക്കാർക്ക് നൽകിയിട്ടില്ലെന്ന് സിന്ധുവിനൊപ്പം പിരിച്ചുവിടപ്പെട്ട ബിന്ദു കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമ്മൾക്ക് സാധാരണ 2 സ്ത്രീകളാണ്, ഇത്രയും മോശമായിട്ടൊന്നും ഇവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കഷ്ടപ്പെട്ടതാ. എന്നിട്ട് ഇതെല്ലാം ഇറക്കി എയർ ഓഫീസിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്ത് ഇപ്പോൾ എയർ ഈ 2 ഞങ്ങളുടെ കൂടെ ഇറക്കിയ 2 പേരെ ഇപ്പോൾ കയറ്റിയപ്പോൾ നമ്മൾ കൊണ്ട് സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തു. അവരെ ഇന്ന് എടുക്കരുതെന്ന് എയറിന് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ എടുക്കരുതെന്ന്. പക്ഷേ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും ബാങ്ക് എടുത്തു. ബാങ്കിൽ കോഴ വാങ്ങിയുള്ള നിയമനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.